ഹായ്, നമുക്കൊരു അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ. ഇതാണ് മോനെ ബീഫ് ബിരിയാണി. അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൊള്ളൂല്ലെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. അടിപൊളി ടേസ്റ്റാണ്. അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. അത്ര ടേസ്റ്റാണ്. നമുക്ക് തുടങ്ങിയാലോ. ബീഫ് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, നാരങ്ങ നീര് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ബിരിയാണി മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തക്കാളി ഇട്ട് കൊടുക്കുക, കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക, വേപ്പില ഇട്ട് കൊടുക്കുക, സവാള ഇട്ട് കൊടുക്കുക, അതിലേക്ക് സെല്ലറി ഇട്ട് കൊടുക്കുക, പുതിനയും മല്ലിയില അധികം ഇട്ട് കൊടുക്കുക, തൈരും ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും സവാള വറുത്തിട്ടിട്ട് മീഡിയം തീയിൽ നമുക്കിതിനെ വേവിച്ചെടുക്കണം. മീഡിയം തീയിൽ വെച്ച് മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. എന്നാലാണ് ബീഫിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പിൽ നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കുക. പുതിനയും മല്ലിയില ഇട്ട് കൊടുത്ത് അത് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് അരി കഴുകി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക, നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. ഒരുമാതിരി വേകാറാകുമ്പോൾ അതിലേക്ക് വറുത്ത സവാളയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ചോറ് ഊറ്റിയെടുക്കണം. ഇതുപോലെ വെള്ളമൊന്നും ഉണ്ടാകരുത്. ഒരു 70% വേവ് പാടുള്ളൂ. ദമ്പിടേണ്ട ചെമ്പിലേക്ക് സവാള വറുത്തതിൻ്റെ ബാലൻസ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് വേവിച്ച് വറ്റിച്ച ബീഫ് ഇട്ട് കൊടുക്കണം. നല്ല വെന്ത് കുറുകിയ ബീഫാണ്. അതിലേക്ക് കുറച്ച് തക്കാളിയും വേപ്പിലയും മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം. റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ദമ്മിടണം. ഇതുപോലെ റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സവാളയും ഡാലിൻ്റെയും നെയ്യും പുതിനയും മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിനൊന്ന് ദമ്മിടണം. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ചിരട്ട കത്തിച്ചിട്ടിട്ട് 1 മണിക്കൂർ ഇതിനെ ദമ്മിടണം. എങ്കിൽ മാത്രമാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളി ടേസ്റ്റായ ബീഫ് ബിരിയാണി നമുക്ക് അടിയിലേക്ക് നോക്കി നല്ല അടിപൊളി ആയിട്ട് നിൽപ്പുണ്ട്. ദമ്മ് പൊട്ടിച്ചപ്പോൾ അടിപൊളി മണമാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതുണ്ട് ഇതുപോലെ നല്ല കുറുക്ക് ബീഫാണ് നമ്മളിട്ടത്. അത് കാരണം അധികം വെള്ളമൊന്നുമില്ല. ബീഫ് ബിരിയാണിക്ക് സലാഡിൽ തൈര് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓൾറെഡി നമ്മൾ ബീഫ് തൈരിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ സലാഡിൽ തൈരിടാതിരിക്കുക, പെട്ടെന്ന് ദഹനശക്തി ഉണ്ടാവും. അപ്പോൾ ഇതൊരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിരിക്കണം. അത്ര നല്ല ബീഫ് ബിരിയാണിയാണ്. വീണ്ടും വീഡിയോയുമായി വരുന്നതാണ്. താങ്ക് യു വെരി മച്ച്.